എല്ലാ കൂട്ടത്തിലും കാണും ഇതേപോലെ ഒരു ഐറ്റം. ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഇവിടെ ആദ്യം നല്ല ചൂടായിരുന്നു, അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. ആ ചൂടുള്ള ഒരു വെതറിൽ ഒരാൾ സ്വെറ്റർ ഇട്ട് വന്നിരിക്കുകയാണ്. സ്റ്റൈൽ ഓവർ എനിത്തിങ്. സത്യം. ഞാനൊരു കാര്യം ഞാൻ കേട്ടെ, ആയിഷ ശരിക്കും സ്റ്റൈലാണോ അല്ലെങ്കിൽ കംഫർട്ടാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഐ തിങ്ക് സ്റ്റൈൽ അല്ലേ? സ്റ്റൈൽ അല്ലേ? എനിക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. ലൈക്ക് എന്റെ കേസ് നോക്കുമ്പോൾ എനിക്ക് കംഫർട്ടാണ് എല്ലാം. പക്ഷെ എന്റെ കേസിൽ സിറ്റുവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷനിൽ ഇത് ഓക്കെ. ഞാൻ ഭയങ്കര കംഫർട്ട് നോക്കുന്ന ആളാണ്. എനിക്ക് ഇഫ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഐ വുഡ് വെയർ വാട്ട് എവർ ഐ ഫീൽ കംഫർട്ടബിൾ. ബിക്കോസ് ചിലതൊന്നും വുഡ് മേക്ക് നോ സെൻസ് ടു അതേഴ്സ്. ഞാനിതിട്ട് കണ്ടിട്ട് എന്നോട് പറയാണ്, ഞാൻ കണ്ടിട്ട് എനിക്ക് സത്യമായിട്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി എനിക്ക് ഈ കുളിയുടെ അസുഖമുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു 4 കുളിയൊക്കെ കുടിക്കും. ഇവിടേക്ക് ആകെ 1.5 മണിക്കൂർ ജേർണി ഉള്ളൂ ഓഫീസിൽ. അതുകൊണ്ട് ഇവിടെ തീരെ കുളിക്കാറില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് പുലർച്ചയ്ക്കാണ് ഞങ്ങളൊരു ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തണേ. അപ്പൊ ഞാൻ ഇന്ന് പുലർച്ചയ്ക്കാണ് വീട്ടിലെത്തിയെന്നുള്ളതിന് ഐ ക്യാൻ സേ ഐ റീച്ച്ഡ് ഏർലി ഇൻ ദ മോർണിംഗ് ടുഡേ. അപ്പം ഈ ഏർലി ഇൻ ദ മോർണിംഗ് നമുക്ക് വേണമെങ്കിൽ ഡോൺ എന്ന് പറയാം. DAW ആണ് കേട്ടോ. അതാണ് സൺറൈസിൻ്റെ ആ ഒരു സമയത്ത്. സോ വി റീച്ച്ഡ് ഹോം ഡ്യൂറിങ് ദ ഏർലി മോർണിംഗ് ഏർലി അവേഴ്സ്. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ ഒരു കുളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം പിന്നെയും കുളിച്ചു. ഇവിടെ എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഇന്ന് ഡേയിലേക്ക് സെറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കുളിച്ചാൽ മതിയെന്ന്. ഇവിടെ എത്തി എല്ലാവരും മാറ്റാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സഫക്കേഷൻ. അങ്ങനെ ഞാൻ പിന്നെയും പോയി കുളിച്ചു. അപ്പം പോയി കുളിക്കുന്നതിന് എന്താ പറയുക? I went to bath. I went to bathe എന്ന് പറയാൻ എനിക്ക് took a shower എന്നും പറയാം കേട്ടോ. അല്ല, I took a shower ആയിട്ടുണ്ട് നല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഞാൻ പിന്നെയും കുളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് നോക്കി. ഞാൻ ആദ്യം ഒരു ഡ്രസ്സ് വെച്ചു. അത് ഇതേപോലെ കോട്ടൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചൂടെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അതും മാറ്റി. താനേ പോകുന്നത് കാണുന്നുണ്ടോ? This actually moved. അത് ഐസ് മെൽറ്റ് ആയിട്ടാണോ? മേളില് ഫാൻ. മാജിക് ആണ്. അതെ അതെ. അതെങ്ങനെ പോണല്ല. അങ്ങനെ എന്തെങ്കിലും ഞാൻ പിന്നെയും മാറ്റി. പക്ഷെ എനിക്ക് എന്നിട്ട് അത് കഴിഞ്ഞ് മാറ്റി വരുമ്പോഴാണ് അവസാന പീസ് ദിസ് ഇസ് ദ ലാസ്റ്റ് ബൈറ്റ്. അവസാനം കഴിക്കുന്നതിന് ലാസ്റ്റ് ബൈറ്റ് എന്ന് പറയാം കേട്ടോ. അപ്പം അവൾ ഇതിട്ട് വരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഇവർക്ക് തണുക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? അപ്പം എനിക്ക് തണുക്കുന്നുണ്ടെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എനിക്ക് തണുക്കുന്നുണ്ടെന്നോ? എനിക്ക് തണുക്കുന്നുണ്ട്. ഐ എം ഫീലിംഗ് കോൾഡ്. ഐ ഫീൽ കോൾഡ്. അപ്പം ഒരാൾ തണുത്ത് കഴിഞ്ഞാൽ യൂഷ്വലി എന്താ കഴിക്കാം? ചൂടുള്ള എന്തെങ്കിലും കഴിക്കും അല്ലേ? തണുത്ത അവളുണ്ട് 2 ഐസ്ക്രീം ഇരുന്ന് കഴിക്കുന്നു. ഹൗ ഐറോണിക്കൽ ഇസ് ദാറ്റ്? ഐറോണിക് മീൻസ് ഐറണി എന്ന് പറഞ്ഞാൽ ഇത് ഒരു സംഭവം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ നടക്കുന്നു. എനിക്കുള്ളതല്ല ഈ ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഇനി അത് പറഞ്ഞോ. ഇപ്പൊ ശരിക്കും ആക്ച്വലി തണുക്കുന്നുണ്ട്. എന്നിട്ട് അല്ല, ഇവള് ശരിക്കും കറക്റ്റാ ചെയ്യുന്നത്. തണുക്കുന്നുണ്ട്. ബട്ട് യു ഓർഡർഡ് കോഫി. ശരിയാണ്, ഞാൻ ഉദ്ദേശിച്ചത് മാറിപ്പോയതാണ്. സോറി, യു കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, എനിക്ക് ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാനാണ് താല്പര്യം. എങ്ങനെ പറയാ? I like to have an ice cream during cold. When it's cold. Okay. Okay. ഇവിടെ എത്തിയിട്ട് എനിക്ക് അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് എങ്ങനെ പറയാം? When I reached here. അല്ല, ഇവിടെ എത്തിയിട്ട് ഓക്കെ. എന്താ മനസ്സിലായില്ല? ഇവിടെ എനിക്ക് അത്ര തണുപ്പൊന്നും തോന്നുന്നില്ല. I'm not feeling much cold here. I don't feel it's that cold here. അങ്ങനെയും പറയാം. ഭയങ്കര തണുപ്പാണെന്ന് എങ്ങനെ പറയാം? It's freezing. It's freezing എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭയങ്കര ചൂടാണെങ്കിലോ? It's scorching. No, that's scotch. Scotch ആണോ? Okay. പക്ഷേ സ്കോച്ചിന്റെ സ്പെല്ലിംഗ് SCOTCH അല്ല കേട്ടോ. അതല്ല, സ്കോച്ച് ടേപ്പ് അല്ല. ദിസ് ഇസ് സ്കോച്ചിങ് ഹീറ്റ്. SCORCH ആണ്. ആക്ച്വലി നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ചൂട് പറഞ്ഞപ്പോഴാണ്. ഇല്ല നീ തെറ്റിച്ചില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായ ഒരു കാര്യം, റെസ്റ്റോറൻറ്റിലും കൂടി ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുക ചൂടുവെള്ളം വേണമെന്നുള്ളത് എങ്ങനെയാ പറയാ? hot water, warm water. Yes, hot water എന്ന് ചോദിക്കേണ്ട. It's better you use the word warm water. Okay,
എന്താ വ്യത്യാസം? ഹോട്ടാണ് തിളച്ച വെള്ളം എന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, അത് എറ്റിക്കറ്റ്സിലാണെന്ന് തോന്നുന്നു വാം വാട്ടറിന് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റോറൻറ്റ്സ്. പിന്നെ ഒരു കാര്യം ചൂടാക്കി തരുമോ എന്നുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാം. Can you heat it up? ഹീറ്റ് ദിസ് അപ്പ്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും തണുപ്പായി പോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദം ടു ഹീറ്റ് ഇറ്റ് അപ്പ്. ഓക്കെ, സോ എനിക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ ഞാൻ ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് കട്ടൻ ചായക്ക് പൂതിയായപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായയും കൂടി പറഞ്ഞു. ഷുഗർ ആഡഡ് ആണോ? നല്ല ഷുഗർ ഉണ്ടോ? നീ എന്നെ ഒരു ഷുഗർ അല്ലേ മുത്തേ? ഞാൻ അധികം ഷുഗർ ഒന്നും കഴിക്കാറില്ല. ഞാൻ നല്ല ഷുഗർ കഴിക്കും, പക്ഷെ എനിക്ക് കട്ടൻ ഇങ്ങനത്തെ കുറേ റീല് ഞാൻ കണ്ടിട്ടുണ്ട്. ചായയിൽ മധുരിടില്ല, പക്ഷെ ബാക്കി എല്ലാത്തിലും മധുരിടും. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഞാൻ. പിന്നെ ഷുഗർ തീരെ കഴിക്കാറില്ല. അല്ലല്ല, ഇത് പിന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണോ? അതിന് മധുരം കുറവാണ്. ഇല്ല, ഇതിൽ പിന്നെ പഞ്ചസാരയുടെ പകരം നിങ്ങൾ കോമെന്റ് ചെയ്യൂ എന്താ ആഡ് ചെയ്യാറ് എന്നുള്ളത്. ഓക്കെ, ഐഷ പറ, ഈ പ്രോപ്പർട്ടി എങ്ങനെയുണ്ട് സോഫാർ? സോഫാർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല്, ഞാൻ ആക്ച്വലി ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തല്ല വന്നത്. നമ്മളൊരു നോർമൽ പ്രോപ്പർട്ടി ആയിരിക്കും, അധികം സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നോർമൽ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്താ വന്നത്. ഭയങ്കര അടിപൊളി കോസ്റ്റ്യൂം ഒന്നും എടുത്തില്ല. ഇവിടെ എത്തിയപ്പോ എനിക്കും വൈഷ്ണവിക്കും ആദ്യത്തെ സങ്കടം. ഇങ്ങനത്തെ നല്ല അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ നല്ല അടിപൊളി കോസ്റ്റ്യൂം ഒക്കെ എടുത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഫ്രെയിംസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഒന്നും പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കേറിയില്ല. നമ്മള് നേരത്തെ കണ്ടല്ലോ, എല്ലായിടത്തും പോയി. അവരും കണ്ടു, ഞങ്ങളും കണ്ടു. നീ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കാണും. ഇനി രാത്രി ഇവളെ കൂട്ടി നമ്മൾ പൂളിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകാനാണ് പ്ലാൻ. സോ അങ്ങനെയാണെങ്കിൽ ആയിഷയെ കൂട്ടിയിട്ടുള്ള ബാക്കി കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് നിങ്ങൾ കോഫിയിൽ ഷുഗർ ആഡ് ചെയ്യാറുണ്ടോ എന്നെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. അടുത്ത വീഡിയോ തിന്നോണ്ട് എടുത്തെടുത്താലോ? വേണ്ട, മതി. തീറ്റയുടെ കൂടെയുള്ള വീഡിയോസ് നമ്മൾ നിർത്തി. നമുക്കിനി അടുത്ത നല്ല അടിപൊളി കോണ്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് വരാം. ഞാൻ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അപ്പം നമുക്ക് അതായിട്ട് വരാം. ഓക്കെ, സോ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം. അപ്പം ബൈ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.